നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. AAPMP സ്വാതി മലിവാൾ കൊളുത്തിയ തീ ആളിക്കത്തുകയാണ്. സ്വാതി മലിവാളിനെതിരെ പരാതി നൽകിയ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ഭിവാർ കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയെന്നാണ് സ്വാതിക്കെതിരെയുള്ള ഭിവവ് കുമാറിന്റെ പരാതി. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. കെജ്രിവാളിന്റെ സ്റ്റാഫ് അംഗം ആക്രമിച്ചു എന്നാണ് സ്വാതി മലിവാൾ പരാതി നൽകിയിട്ടുള്ളത്. തലമുടി ചുരുട്ടിപ്പിടിച്ച ഇടിച്ചുവെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെ മുറിയിലൂടെ വലിച്ചിഴച്ചുവെന്നുമായിരുന്നു സ്വാതി മലിവാൾ MPയുടെ മൊഴി. സ്വാതിയെ കെജ്രിവാളിന്റെ വസതിയിൽ എത്തിച്ച് പോലീസ് ഇന്നലെ തെളിവെടുത്തു. അതേസമയം കെജ്രിവാളിന്റെ PA അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുമ്പോൾ സ്വാതിയുടെ വാദങ്ങൾ പൊളിക്കാൻ ആം ആദ്മി പാർട്ടി ഹിന്ദി വാർത്താ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. 7 തവണ കെജ്രിവാളിന്റെ PA ഭിവവ് കുമാർ സ്വാതി മലിവാളിന്റെ കരണത്തടിച്ചു. നെഞ്ചിലും ഇടുപ്പിലും വയറ്റിലും ചവിട്ടി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് അതിക്രൂരമായ മർദ്ദനം നടന്നത് എന്നാണ് സ്വാതിയുടെ മൊഴിയിലുള്ളത്. തന്റെ കരച്ചിൽ തൊട്ടടുത്ത മുറിയിലുള്ള കെജ്രിവാൾ കേട്ടിരിക്കാമെന്നും കെജ്രിവാളിന്റെ വസതിയുടെ മുറ്റത്തിരുന്ന് താൻ ഏറെ കരഞ്ഞുവെന്നും സ്വാതിയുടെ മൊഴിയിലുണ്ട്. പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിലും സ്വാതി ആവർത്തിച്ചു. പരാതി പുറത്തു വരാതിരിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായി എന്നും കെജ്രിവാളിനെതിരെ കേസെടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഭൈവവ് കുമാറിന് നിന്ന് സ്വാതി മലിവാൾ നേരിട്ടത് ക്രൂരമായ പീഡനമാണെന്നാണ് പോലീസ് FIRൽ വ്യക്തമാക്കുന്നത്. 7-8 തവണ കരണത്തടിക്കുകയും മുടി ചുരുട്ടിപ്പിടിച്ച് തറയിലൂടെ വലിച്ചിഴച്ച വയറ്റിലും നെഞ്ചത്തും ഇടുപ്പിലുമൊക്കെ ചവിട്ടി. കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലെ ഡ്രോയിങ് റൂമിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്. ആ സമയത്ത് വീട്ടിൽ കെജ്രിവാൾ ഉണ്ടായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ഫ്ളാഗ് സ്റ്റാഫ് റോഡിലെ കെജ്രിവാളിന്റെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് സ്വാതി എത്തിയത്. മുഖ്യമന്ത്രിയുടെ സഹായിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല. കെജ്രിവാളിനെ കാത്ത് സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോൾ ഭൈവവ് കുമാർ അവിടേക്ക് നടന്നു വന്നു. സ്വാതിയുടെ മുടി ചുരുട്ടിപ്പിടിച്ച് മേശയിൽ ഇടിക്കുകയും സ്വീകരണ മുറിയിൽ വലിച്ചിഴയ്ക്കുകയും ഒക്കെ ഉണ്ടായി. ആർത്തവ ദിനം കൂടിയായതിനാൽ തന്നെ കടുത്ത വേദനയുണ്ടെന്നും മർദ്ദിക്കരുത് എന്ന് അപേക്ഷിച്ചിട്ടും ഭൈവവ് മർദ്ദിക്കുകയായിരുന്നുവെന്നും പറയുന്നു. ബഹളം വെച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്തോളാം എന്നായിരുന്നു വൈഭവിന്റെ മറുപടി. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് വൈഭവ് ആക്രമിച്ചത്. ഒരു ഘട്ടത്തിൽ സ്വയം പ്രതിരോധത്തിനായി വൈഭവിന് കാലുകൾ കൊണ്ട് തള്ളി മാറ്റുകയും ഒക്കെ ചെയ്തു. അപ്പോൾ മനഃപൂർവ്വം ഷർട്ടിൽ പിടിച്ച വലിച്ചിഴച്ചുവെന്നും സ്വാതിയുടെ മൊഴിയിലുണ്ട്. സംഭവിച്ചതിന്റെ കടുത്ത ആഘാതത്തിലായിരുന്നു ഞാനെന്നും തുടർന്ന് 112ൽ വിളിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു. സെക്യൂരിറ്റി ജീവനക്കാർ സ്വാതിയെ മർദ്ദിക്കുന്നത് തടയുന്നതിന് പകരം വൈഭവിന്റെ നിർദ്ദേശം അനുസരിച്ച് പുറത്താവുകയായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസിനെ കാത്തു നിൽക്കാൻ പോലും സമ്മതിക്കാതെ അവർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കിയെന്നും സ്വാതി പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അകമ്പടിയോടെ സ്വാതി എയിംസിലെ ട്രോമ സെന്ററിൽ വൈദ്യ പരിശോധനയ്ക്ക് പോയിരുന്നു. വൈഭവ് കുമാർ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഊർജിതമാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് സ്വാതിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.